വെൽക്കം ബാക്ക്. നമ്മൾ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഏറ്റവും അവസാന സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തതിനകത്തു നിന്നാണ് കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണാറുള്ളത്. കോമ്പറ്റീഷൻ കമ്മീഷനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിച്ച കാര്യങ്ങൾ ഒരു കേസ് ലോസ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ അല്ലെങ്കിൽ സെക്ഷൻ 3, 4, 5 അതിന് 3നും തന്നെയാണ് കോമ്പറ്റീഷൻ ആക്ടിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞത്. കമ്മീഷനും ചോദിച്ചിട്ടില്ല എന്നല്ല, നമുക്ക് നോക്കാം. സോ ഈ കോമ്പറ്റീഷൻ ആക്റ്റുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ട് നമ്മളെല്ലാ ഫുൾ ടൈം കേട്ടോണ്ടിരുന്ന ഒരു വേർഡാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം കോമ്പറ്റീഷൻ കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ അണ്ടർ സെക്ഷൻ 7. ദാറ്റ് മീൻസ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഷാൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് by issuing a notification in the official gazette. And ആ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ബോഡി കോർപ്പറേറ്റ് ആണ്. ഈ ബോഡി കോർപ്പറേറ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത് കൊണ്ട് നോക്കി പർപ്പസ് സെക്ഷൻ, കോമൺ സീൽ, പവർ ടു കോൺട്രാക്ട്, പവർ ടു സ്യൂ in its own name, and power to acquire, hold and dispose of property. ദാറ്റ് മീൻസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. കൂടാതെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് നാച്ചുറലാണ് കണ്ടോ, ബോഡി കോർപ്പറേറ്റ് ആയിട്ടാണ്. സോ ബോഡി കോർപ്പറേറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊപ്പോസൽ സക്സഷനും കോമൺ സീലും, ദാറ്റ് മീൻസ് കമ്പനിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി കോർപ്പറേറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള എന്തുണ്ടാവും ക്യാരക്ടറിസ്റ്റിക്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ കോമ്പോസിഷൻ ആണ്. എന്താണ് നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷനകത്ത് ആരൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 8 പ്രകാരം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കി, ദ കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ആൻഡ് നോട്ട് ലെസ് ദാൻ 2 ആൻഡ് നോട്ട് മോർ ദാൻ 6 അതർ മെമ്പേഴ്സ്. ദാറ്റ് മീൻസ് നോട്ട് ലെസ് ദാൻ 2, 2ൽ കുറയരുത്, ആൻഡ് നോട്ട് മോർ ദാൻ 6, 6ൽ കൂടാനും പാടില്ല. മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, മിനിമം 2 മെമ്പേഴ്സ്, ചെയർപേഴ്സനെ കൂടാതെ മിനിമം 2 മെമ്പേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 6 മെമ്പേഴ്സ് വരെ എന്തുണ്ടാവും, ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ ആയിട്ടുണ്ടാവും. ഇനി അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ദ ചെയർപേഴ്സൺസ് ആൻഡ് എവറി അതർ മെമ്പർ ഷാൾ ബി എ പേഴ്സൺ ഓഫ് എബിലിറ്റി, ഇന്റഗ്രിറ്റി, സ്റ്റാൻഡിംഗ് ആൻഡ് ഹു ഹാസ് എ സ്പെഷ്യൽ നോളേജ് ആൻഡ് സച്ച് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഓഫ് നോട്ട് ലെസ് ദാൻ 15 years. മനസ്സിലായി, 15 വർഷത്തെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള നോളേജ് ഉള്ള ഒരാൾക്കാരെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ചെയർപേഴ്സൺസിനെയും അല്ലെങ്കിൽ ചെയർപേഴ്സണെയും മെമ്പേഴ്സൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യണേ. ആൻഡ് ഏതൊക്കെ ഫീൽഡിലാണ്? ഇന്റർനാഷണൽ ട്രേഡ്, എക്കണോമിക്സ്, ബിസിനസ്, കൊമേഴ്ഷ്യൽ ലോ, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ്, ഒരു ചെയർപേഴ്സൺ, മിനിമം 2 മാക്സിമം 6 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇവർക്ക് മിനിമം 15 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും നോളേജും ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ, ദ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഷാൾ ബി ദ ഹോൾ ടൈം മെമ്പേഴ്സ്. പാർട്ട് ടൈം അല്ല, ചെയർപേഴ്സൺസ് ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും അവർ തീർച്ചയായിട്ടും എന്തായിരിക്കണം, ഹോൾ ടൈം മെമ്പേഴ്സും ആയിരിക്കണം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 8-നകത്ത് ഡിസ്കസ് ചെയ്യണേ. സോ ആദ്യത്തെ സെക്ഷൻ 7 പ്രകാരം ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണെന്നും സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് കൊണ്ടുവന്നതെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്ഷൻ അടുത്തത് പ്രകാരം ഇതിൻ്റെ കോമ്പോസിഷനാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെലക്ഷൻ കമ്മിറ്റി ഓഫ് ചെയർപേഴ്സൺസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. സെക്ഷൻ 9-നകത്ത് പറയുന്നത് ഓക്കെ, കോമ്പറ്റീഷൻ കമ്മീഷനകത്ത് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മതി അല്ലേ, അവരെ ചെയർപേഴ്സൺ ആയിട്ടും അവരെ മെമ്പേഴ്സായിട്ടും അപ്പോയിൻറ്റ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള മെമ്പറിനെയും ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം ഓക്കെ ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിക്കുന്നത്. മനസ്സിലായി? ഇത് കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം ഒരു സെലക്ഷൻ കമ്മിറ്റി. ആ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ആരൊക്കെ ഉണ്ടാവണം, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് സെക്ഷൻ 9-നകത്ത് പറയുന്നത്. ഓക്കെ, ദ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഫ്രം എ പാനൽ ഓഫ് നെയിംസ് റെക്കമെൻഡഡ് ബൈ ദ സെലക്ഷൻ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം? ഈ പറയുന്ന വ്യക്തികളുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം. അത് ആരൊക്കെയാണെന്ന് നോക്കി. ഒന്ന്, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ഹിസ് നോമിനി. അതായത് ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ കോമ്പോസിഷൻ ആണ് പറയണേ, അത് അയാളായിരിക്കും ചെയർപേഴ്സൺസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ സെക്രട്ടറി ഇൻ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് മെമ്പർ ആയിരിക്കും. ആൻഡ് സെക്രട്ടറി ഇൻ ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ മെമ്പറാണ്. ആൻഡ് 2 എക്സ്പേർട്സ് ഓഫ് റെപ്യൂട്ട് ഹു ഹാസ് എ സ്പെഷ്യൽ നോളേജ് ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ്, എക്കണോമിക്സ്, ബിസിനസ്, കൊമേഴ്സ്, ലോ, ഫിനാൻസ്, അക്കൗണ്ട്സ്, മാനേജ്, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ് ഓഫ് ദ കോമ്പറ്റീഷൻ മാറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് കോമ്പറ്റീഷൻ ലോ ആൻഡ് പോളിസീസ് മെമ്പർ ആയിരിക്കും. മനസ്സിലായി? സോ ആദ്യം കോമ്പറ്റീഷൻ കമ്മീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ആ കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം സെക്ഷൻ 9 പ്രകാരം ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയുടെ കോമ്പോസിഷനാണ് ഈ പറയുന്നത്. മനസ്സിലായി? ഒരു ചെയർപേഴ്സൺസും 4 മെമ്പർ ഉണ്ടായിരിക്കണം. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങേരുടെ നോമിനി ആയിരിക്കണം. 2 മെമ്പർ എന്ന് പറയുന്നത് ഒന്ന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സെക്രട്ടറി ആയിരിക്കണം, 2
ലോ ആൻഡ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ സെക്രട്ടറി ആയിരിക്കണം. കൂടാതെ രണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. ഇവരാണ് ആരെ തിരഞ്ഞെടുക്കണേ? സെൻട്രൽ ഗവൺമെൻറ്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെ അടുത്താണ് ആരെ റെക്കമെൻഡ് ചെയ്യാൻ പറയണേ? ഈ പറയുന്ന കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള വ്യക്തികളെ റെക്കമെൻഡ് ചെയ്യാൻ പറയണേ. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ചെയർപേഴ്സൺസ് ആൻഡ് മെമ്പേഴ്സ്. കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള ആൾക്കാരുടെ ടേം ഓഫ് ഓഫീസിനെ കുറിച്ചാണ് പറയണേ. നോക്കി, 5 വർഷത്തേക്കാണ് അവർ അപ്പോയിന്റ് ചെയ്യണേ. അത് ചെയർപേഴ്സൺ ആണെങ്കിലും ശരി, മെമ്പേഴ്സ് ആണെങ്കിലും ശരി, അവർ 5 വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യണേ. അവർ എലിജിബിൾ ആണ് റീ അപ്പോയിൻമെന്റ്. ദാറ്റ് മീൻസ് 5 വർഷം കഴിഞ്ഞിട്ട് അവർ റീ അപ്പോയിന്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. ആൻഡ് മാക്സിമം ഏജ്, ശ്രദ്ധിക്കേണ്ടത്, ചെയർപേഴ്സൺസ് ആണെങ്കിലും മെമ്പർ ആണെങ്കിലും അവർക്ക് മാക്സിമം എത്ര വയസ്സ് വരെ ഈ ഒരു പൊസിഷനിൽ തുടരാൻ പാടുള്ളൂ? 65 വയസ്സ് വരെ തുടരാൻ പാടുള്ളൂ. ആൻഡ് ഫിൽഡ് ബൈ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള വാക്കൻസികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ആര് ഫില്ല് ചെയ്തോളും? സെൻട്രൽ ഗവൺമെൻറ് ഫില്ല് ചെയ്തോളും. മനസ്സിലായോ? സെലക്ഷൻ കമ്മിറ്റി പറയുന്ന ആ പാനലിനകത്തുള്ള അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷനോട് കൂടി അത് ആര് ഫില്ല് ചെയ്തോളും? സെൻട്രൽ ഗവൺമെൻറ് ഫില്ല് ചെയ്തോളും. വെൻ ദ ചെയർപേഴ്സൺ ഈസ് അൺഎബിൾ ടു ഡിസ്ചാർജ്, അതായത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള ഒരു ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയർപേഴ്സൺ തന്നെയാണ്. സോ നോക്കി, വെൻ ദ ചെയർപേഴ്സൺ ഈസ് അൺഎബിൾ ടു ഡിസ്ചാർജ് ഹിസ് ഫംഗ്ഷൻസ് ഓണിംഗ് ടു ആബ്സെൻസ്, ഇൽനെസ് ഓർ എനി അതർ കോസ്, അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഷാൾ ഡിസ്ചാർജ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ ചെയർപേഴ്സൺസ്, അതായത് until the date on which the chairperson resumes the charge. സോ ഇവിടെ പറയുന്നത് സാധാരണ രീതിയിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻ കമ്മീഷനകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഫൈനൽ വേർഡ്, ഒരു തീരുമാനം എടുക്കുന്നത് ചെയർപേഴ്സൺ ആണ്. സോ ചെയർപേഴ്സൺസ് ഏതെങ്കിലും കാരണവശാൽ ആബ്സെൻ്റ് ആണെങ്കിൽ ആ നമ്മുടെ കമ്മിറ്റിക്കകത്തുള്ള മോസ്റ്റ് സീനിയർ പേഴ്സൺ ആരാണോ അയാൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ചെയർപേഴ്സൺസിന് റോൾ എടുക്കും. ഓക്കെ, ഇവിടെ കേസ് ലോസ് ചോദിക്കുന്ന ഒരു പോയിന്റാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, 5 വർഷത്തേക്കാണ് അവരുടെ ടേം. ആൻഡ് ദ സെക്കൻഡ് വൺ, അവരുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 65 ഇയേഴ്സ് വരെ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? 5 വർഷമാണ് ടേം. 3 പോയിന്റാണ് ഓർത്തിരിക്കേണ്ടത്. 5 വർഷമാണ് ടേം. അവർ റീ അപ്പോയിന്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. കൂടാതെ അവരുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 65 വയസ്സ് വരെ മാത്രമേ അവർക്ക് തുടരാനുള്ള അവകാശമുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, Mr. HCB retired from a High Court judge, attained the age of 61 years on 31st December 2004. 31/12/2004 61 വയസ്സ് തികഞ്ഞൊരു വ്യക്തി. The central government appointed him as a chairperson of the Competition Commission with effect from 1/1/2005. 1/1/2005 തൊട്ട് അങ്ങേരെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു? ഈ പറയുന്ന ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. You are required to state with the reference of the provisions of the Competition Act the term for which he may be appointed as a chairperson of the Competition Commission. അതായത് ഇപ്പോൾ 61 വയസ്സായി ആണോ? അങ്ങേരെ ചെയർപേഴ്സൺസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. അല്ലെങ്കിൽ അങ്ങേരെ ടേം ഓഫ് ഓഫീസ് ആണ് ചോദിക്കണേ. വെദർ ഹി ക്യാൻ ബി റീഅപ്പോയിന്റഡ് ആസ് സച്ച് ആൻഡിൽ വെൻ ഹി ക്യാൻ റിമൈൻ ആസ് എ ചെയർപേഴ്സൺസ് ഓഫ് ദ കോമ്പറ്റീഷൻ കമ്മീഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 65 വയസ്സ് വരെ അവർക്ക് തുടരാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ആ ഒരു പൊസിഷനിലോട്ട് പോകുമ്പം 60 വയസ്സിന് താഴെ ആവണമെന്നില്ല. മനസ്സിലായി? ഇവിടെ ഈ പ്രോബ്ലത്തിനകത്ത് അല്ലെങ്കിൽ ഈ കേസ് ലോസിനകത്ത് ഈ വ്യക്തിക്ക് ആരായിരുന്നു? HCJ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസിന് 61 വയസ്സായി. അങ്ങേര് എലിജിബിൾ ആണ്. ഏതിന്? ഇങ്ങനെ ഒരു ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ അങ്ങേർക്ക് എത്ര വർഷം മാത്രമേ തുടരാൻ പാടുള്ളൂ? മാക്സിമം 4 ഇയേഴ്സ് വരെ തുടരാൻ പാടുള്ളൂ. ടേം ഓഫ് ഓഫീസ് 5 ആണെങ്കിൽ പോലും 65 വയസ്സാണ് മാക്സിമം ഏജ്. 65 വയസ്സ് കഴിഞ്ഞാൽ അങ്ങേര് എന്ത് ചെയ്യണം? ഇവിടുന്ന് പിരിഞ്ഞു പോകണം. സോ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഓക്കെ, സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം 63 വയസ്സായ ഒരാൾ എലിജിബിൾ ആണോ? എലിജിബിൾ ആണ്. പക്ഷേ അങ്ങേര് 65 വയസ്സ് വരെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായോ? സോ അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് ലോ ആഡ് ചെയ്തത്. സോ ഇവിടെ 61 62 63 വയസ്സ് എത്ര വേണേലും ആയിക്കോട്ടെ, അങ്ങേര് എലിജിബിൾ ആണ്. പക്ഷേ എത്ര വരെ മാത്രം? 65 വയസ്സ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങേര് എലിജിബിൾ അല്ലാതെയാവും. അങ്ങേര് പിരിഞ്ഞു പോകേണ്ടി വരും. മനസ്സിലായോ? സോ ഈ പ്രോബ്ലത്തിനകത്ത് അങ്ങേര് എലിജിബിൾ ആണ്. പക്ഷേ റീ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? റീ അപ്പോയിൻമെന്റ് എന്ന് വെച്ചാൽ 5 വർഷത്തെ ടേം അല്ലെങ്കിൽ 4 വർഷത്തെ ടേം കഴിയുമ്പോൾ 65 വയസ്സാവും. പിന്നെ ഒരു റീ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, റെസിഗ്നേഷൻ, റിമൂവൽ ആൻഡ് സസ്പെൻഷൻ ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് എനി അതർ മെമ്പർ. സെക്ഷൻ 11 ഇതിനകത്തും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് പറയാം. 2 രീതിയിലാണ് കാര്യങ്ങൾ പറയണേ. ഒന്ന് നോക്കി, അപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 11 ചെയർപേഴ്സണും മെമ്പറും. ഇവിടെ ബാക്കിയുള്ള ബോർഡ് പോലെ ചെയർപേഴ്സന് വേറെ റൂള്, മെമ്പേഴ്സിന് വേറെ റൂള് അങ്ങനെയൊന്നുമില്ല. കോമ്പറ്റീഷൻ കമ്മീഷൻസിനകത്ത് എല്ലാവർക്കും ഒരേ രീതിയിലാണ് കാര്യങ്ങൾ പറയണേ. എന്താ? റെസിഗ്നേഷൻ റിക്വയർമെൻറ്റ്സ്. അതായത് 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റെസിഗ്നേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ റിമൂവൽ. റിസൈൻ ചെയ്ത് പോവാം. അത് ചെയർപേഴ്സണ് വേണമെങ്കിൽ പോവാം, മെമ്പർക്ക് വേണമെങ്കിലും പോവാം. ആർക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട്? സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടീസ് അയക്കണം. ആ നോട്ടീസ് അയക്കുന്നത് കണ്ടോ 3 മാസത്തെ നോട്ടീസ് ആയിരിക്കണം.
ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്നാണോ റിസൈൻ ചെയ്ത് പോകുന്നുണ്ടത് അതിന് 3 മാസം മുമ്പ് നോട്ടീസ് അയക്കണം. ഇനി നോക്കി, ദ ചെയർപേഴ്സൺ മെമ്പർ ടു കണ്ടിന്യൂ ടിൽ എത്രയാ, ആ 3 മാസം, അല്ലെങ്കിൽ പുതിയൊരാൾ വരുന്നത് വരെ, അല്ലെങ്കിൽ അങ്ങേരുടെ ടേം 5 വർഷം എന്ന് പറയുന്ന ടേം തീരുന്നത് വരെ, അല്ലെങ്കിൽ പെർമിറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് പൊക്കോളാൻ പറയുന്നത് വരെ, അത്രയും നാൾ വരെ അങ്ങേര് എന്ത് ചെയ്തിരിക്കണം, ഓഫീസിൽ കണ്ടിന്യൂ ചെയ്തിരിക്കണം. മനസ്സിലായോ? സോ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് റെസിഗ്നേഷനും ഒന്ന് റിമൂവലും. നിങ്ങളൊരു കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ചെയർപേഴ്സണോ മെമ്പറോ ആണെങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്ത് പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് 3 മാസം വരെ, അതല്ലെങ്കിൽ പുതിയ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്ത് കയറി വരുന്നത് വരെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ടേം 5 വർഷം എന്ന് പറയുന്ന ടേം എക്സ്പയർ ആവുന്നത് വരെ, അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്യുന്നത് വരെ, അത്രയും നാൾ വരെ എന്ത് ചെയ്തേ പറ്റൂ, ഏർലിയസ്റ്റ് അത്രയും നാൾ വരെ നിങ്ങളുടെ ഓഫീസിനകത്ത് തുടർന്നേ പറ്റൂ. ഓക്കെ, ഇത് ഏതിനെ കുറിച്ചാണ് പറയണേ, റെസിഗ്നേഷനെ കുറിച്ചാണ് പറയണേ. ഇനി റിമൂവൽ ആണെങ്കിലോ, നോക്കി, റിമൂവൽ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, അതായത് നിങ്ങൾ റിസൈൻ ചെയ്ത് പോകണമല്ല, നിങ്ങളെ പറഞ്ഞു വിടണയാ, സെൻട്രൽ ഗവൺമെൻറ് നിങ്ങളെ പറഞ്ഞു വിടണയാ. നോക്കി, അതിനകത്ത് ഒരു 6 കാര്യങ്ങളാണ് പറയണേ, ശ്രദ്ധിക്കണേ. ഒന്ന്, നിങ്ങൾ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഇരിക്കുമ്പോൾ തന്നെ വേറെ പെയ്ഡ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് വേറെ ജോലി ചെയ്യുകയാണെങ്കിൽ, ആൻഡ് കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടർപ്റ്റ്യൂഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ അക്യൂർഡ്. 2 പോയിന്റ് ശ്രദ്ധിക്കണേ, ഡിയും എഫും 2 പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഡി പറയുന്നത് അക്യൂർഡ് സച്ച് ഫിനാൻഷ്യൽ ഓർ അതർ ഇൻട്രസ്റ്റ് ആസ് ഇസ് ലൈക്ലി ടു അഫക്ട് പ്രിജുഡീഷ്യലി ഹിസ് ഫംഗ്ഷൻ ആസ് എ മെമ്പർ. ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് കൈപ്പറ്റുക, കൈക്കൂലി വാങ്ങിക്കുക, അല്ലെങ്കിൽ അതേപോലത്തുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് കൈപ്പറ്റുക, നമ്പർ 1. ആൻഡ് ഈ അബ്യൂസ് ഹിസ് പൊസിഷൻ such that his continuance is prejudicial to the public interest. പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങേര് പ്രവർത്തിക്കുക. ഈ 2 കേസുകൾ ഒന്ന് മനസ്സിൽ കിടന്നോട്ടെ, അതെന്താണെന്ന് ഞാൻ പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫിസിക്കലി ഓർ മെൻ്റലി ഇൻകാപ്പബിൾ ഓഫ് ആക്ടിങ് ആസ് എ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ. അങ്ങേര് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഇങ്ങനെ ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയുന്ന സ്ഥാനത്ത് തുടരാൻ പറ്റാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഇവരെ റിമൂവ് ചെയ്യാം. വൺസ് അഗെയിൻ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. 6 കാര്യങ്ങൾ കയറി വരുന്ന നേരത്ത് സെൻട്രൽ ഗവൺമെൻറ് സ്വമേധയാ നിങ്ങളെ റിമൂവ് ചെയ്യാം. ദാറ്റ് മീൻസ് ആ ചെയർപേഴ്സണെ ആണെങ്കിലും മെമ്പറിനെ ആണെങ്കിലും റിമൂവ് ചെയ്യാം. പക്ഷേ അവിടെ 2 കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞത്, ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് കൈപ്പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ. എന്തിനാണത് ഓർത്തിരിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നോക്കാം. Okay, however, the chairperson or any member shall not be removed from his office in the ground specified in clause D and E. ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ, ഓക്കെ, unless the following conditions are satisfied. അതായത് ഈ 2 കാര്യങ്ങൾ വരുന്ന നേരത്ത് എന്തൊക്കെയായിരുന്നു? ഒന്ന്, പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വൺ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് കൈപ്പറ്റുക. ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യുന്ന നേരത്ത് ഇത്രയും പ്രൊസീജിയറും കൂടെ ഫോളോ ചെയ്യണം. അതായത് നോക്കേ, എ റെഫറൻസ് ഈസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ടു ദ സുപ്രീം കോർട്ട്. മനസ്സിലായി? ഈ 2 സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിനെ അറിയിക്കണം. ഇനി, ആൻ എൻക്വയറി ഈസ് ഹെൽഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ബൈ ദ സുപ്രീം കോർട്ട്. അതായത് എന്ത് ചെയ്യണം? ഇതിനടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിടും. ആൻഡ് ദ തേർഡ് വൺ, ദ സുപ്രീം കോർട്ട് ഹാസ് റിപ്പോർട്ടഡ് ദാറ്റ് ദ ചെയർപേഴ്സൺ ഓർ ദ മെമ്പർ ought to be removed. അതായത് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം റിമൂവ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു നിലപാടിലോട്ട് എത്തും. ആൻഡ് ദ ഓർഡർ ഓഫ് റിമൂവൽ ഓഫ് ദ ചെയർപേഴ്സൺ ഓർ ദ മെമ്പർ ഈസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. മനസ്സിലായി? സോ 2 കാര്യങ്ങൾ കയറി വരുന്ന നേരത്ത് ഏതൊക്കെയായിരുന്നു? ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് അക്യൂർ ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഉറപ്പായിട്ടും സെൻട്രൽ ഗവൺമെൻറ് അവിടെ നിന്ന് നിങ്ങളെ റിമൂവ് ചെയ്യുന്നതിന് ബദലായിട്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങളെ റിമൂവ് ചെയ്യാം. പക്ഷേ അതിനകത്ത് ആരുടെ അപ്രൂവലും കൂടെ വേണം? നമ്മുടെ സുപ്രീം കോടതിയുടെ അപ്രൂവലും കൂടെ വേണം. മനസ്സിലായി? സോ റിമൂവൽ, റെസിഗ്നേഷൻ ആണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, 3 മാസത്തെ മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്ന് മാത്രം. പക്ഷേ റിമൂവലിനകത്ത് 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 6 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു കേസ് ലോയും കൂടെ നോക്കാം. നോക്കി, the central government has formed the opinion that Mr. CBM, a member of a competition commission of India, has abused his position which may be prejudicial to public interest as a member of the commission. Examine the powers of the central government in this regard. എന്ത് ചെയ്യാം? അങ്ങനെ പറഞ്ഞു വിടാം, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു വിടാം. പക്ഷേ ആരുടെയും കൂടെ? സുപ്രീം കോടതിയുടെയും കൂടെ, അല്ലെങ്കിൽ ആ ഫോർമാറ്റും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതിനടിസ്ഥാനപ്പെടുത്തി മാത്രമേ അങ്ങേരെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കി, ദ സെൻട്രൽ ഗവൺമെൻറ് വിത്തൗട്ട് റെഫറിംഗ് ദ മാറ്റർ ടു ദ സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയോട് ചോദിക്കാതെ ഓഫ് ഇൻക്വയറി റിമൂവ്ഡ് എ മെമ്പർ ഓഫ് എ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് he has become physically or mentally incapable of acting as a member.
മനസ്സിലായി? അതായത് സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിയോട് ഒരു കാര്യം ചോദിക്കാതെ അങ്ങേരെ റിമൂവ് ചെയ്യാണ്. കണ്ടീഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യണേ? അങ്ങേരെ ഫിസിക്കലി ഓർ മെൻ്റലി ഇൻകാപ്പബിൾ ആണ്. സോ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യത്തിനകത്ത് ഇത് കയറി വരുന്നില്ല അല്ലേ? സോ എനിക്ക് തോന്നുന്നു ഇത് ക്ലോസ് എഫ് ആണെന്ന് തോന്നുന്നു. യെസ്, ക്ലോസ് എഫ് ആ. സോ ഫിസിക്കലി ഓർ മെൻ്റലി ഇൻകാപ്പബിൾ ആവുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയുടെ എൻക്വയറിയുടെയും അല്ലെങ്കിൽ അവരുടെ നോട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഈ രണ്ട് കേസ് ലോസ് മനസ്സിലായല്ലോ. ആദ്യത്തേനകത്ത് എന്തായിരുന്നു, നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു അല്ലേ? സോ അവിടെ സുപ്രീം കോടതി ഇങ്ങേർക്കൊരു ഷോക്കോസ് നോട്ടീസും അല്ലെങ്കിൽ ഇങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങളും അങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ കുറച്ച് കൂടുതലാണ്. പക്ഷേ രണ്ടാമത്തെ കേസിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് സ്വമേധിയ പറഞ്ഞു വിടാൻ ആരുടെ ഉത്തരവാദിത്തം ഇല്ല, അല്ല ആരുടെ അനുവാദമില്ലാതെ ആർക്കും നോട്ടീസ് അയക്കാതെ സുപ്രീം കോടതിക്ക് നോട്ടീസ് അയക്കാതെ. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, റെസ്ട്രിക്ഷൻസ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് എ ചെയർപേഴ്സൺസ് ആൻഡ് അതർ മെമ്പർ ഇൻ സർട്ടൻ കേസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതും കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന സെക്ഷൻ 12. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ പറയുന്ന ചെയർപേഴ്സൺസ് ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കി. റെസ്ട്രിക്ഷൻസ് ഓൺ എംപ്ലോയ്മെൻറ്റ്, ദാറ്റ് മീൻസ് ചെയർപേഴ്സൺ ആൻഡ് എവരി മെമ്പർ കനോട്ട് അക്സെപ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഫോർ 2 years. ദാറ്റ് മീൻസ് നിങ്ങൾ കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് റിമൂവ് ചെയ്താലും റിസൈൻ ചെയ്താലും അടുത്ത 2 വർഷത്തിലോട്ട് ഫ്രം സെസേഷൻ ഓഫ് ഹിസ് ഓഫീസ് എൻ്റർപ്രൈസ് വിച്ച് ഹാസ് ബീൻ എ പാർട്ടി ടു ആൻഡ് പ്രൊസീഡിങ്സ് ബിഫോർ ദ കമ്മീഷൻ. കമ്മീഷൻ്റെ മുമ്പാകെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീഡിങ്സിൽ നിൽക്കുന്ന ഒരു എൻ്റർപ്രൈസസിനോട്ട് നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി, നിങ്ങൾ ഈ നമ്മുടെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി, ഈ കോമ്പറ്റീഷൻ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത 2 വർഷങ്ങളിൽ അങ്ങനെയുള്ളൊരു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല. വൺസ് അഗൈൻ, നിങ്ങൾ മെമ്പറോ ചെയർപേഴ്സണോ ആയിരുന്നു, ഓക്കെ, നിങ്ങൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് അടുത്ത 2 വർഷങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ്മെൻറ്റിന് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ? ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും എൻ്റർപ്രൈസസ് വിച്ച് ഹാസ് ബീൻ എ പാർട്ടി ടു എനി പ്രൊസീഡിങ്സ് ബിഫോർ ദ കമ്മീഷൻ. കമ്മീഷന് മുമ്പാകെ പ്രൊസീഡിങ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയായിട്ട് നിൽക്കുന്ന എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ്മെൻറ്റിന് കയറാൻ പാടില്ല. അതിനകത്ത് ഒരു എക്സെപ്റ്റഡ് പറയുന്നുണ്ട്. നോക്കി, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഗവൺമെൻറ് കമ്പനി കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി ഓർ ഗവൺമെൻറ് കോർപ്പറേഷൻസ്, ഇങ്ങനെ വരുന്ന അവിടെ നിങ്ങൾക്ക് ജോലിക്ക് കയറാം. അവിടെ 2 വർഷത്തെ എന്തില്ല, റെസ്ട്രിക്ഷൻസ് നമ്മളോട് പറയുന്നില്ല. ഓക്കെ, സോ നോർമൽ കേസിനകത്ത് ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കോർപ്പറേഷൻസോ അല്ലെങ്കിൽ കമ്പനീസോ ആണെങ്കിൽ അവരൊഴികെ ബാക്കിയുള്ള ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീഡിങ്സ് പെൻഡിംഗ് ഉള്ള കമ്പനികളാണെങ്കിൽ എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മെമ്പറായിട്ടോ ചെയർപേഴ്സണായിട്ടോ ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ്മെൻറ്റിന് കയറാൻ പാടില്ല. നോക്കാം, അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതൊക്കെ കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ലോയും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ, എന്നാലും നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഓക്കെ, മിസ്റ്റർ MKP വാസ് എ മെമ്പർ ഓഫ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിരുന്നു. ഹി സീസസ് ടു ബി സച്ച് മെമ്പർ ഓൺ 31st March 2005. Thereafter, he was offered the post of executive director with appropriate remuneration and perquisites in the following organization to join his duties and from 1st July 2005. അതായത് 31st മാർച്ചിലാണ് അങ്ങേര് വിരമിക്കണേ. അതേ വർഷം തന്നെ ജൂലൈയിൽ ഈ പറയുന്ന പോലെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് 2 കമ്പനിയിൽ. നമ്മളോടാണ് ചോദിക്കണേ ജോലിക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഫസ്റ്റ് വൺ നോക്കിയേ, HHI Limited, a private sector public company whose case was disposed of by the Competition Commission of India under the provision of Competition Act 2002 in the month of February 2005. മനസ്സിലായി? 2005 ആ കേസ് ഡിസ്പോസ് ചെയ്തത്. സോ അങ്ങനെയുള്ള കമ്പനികളിൽ അടുത്ത 2 വർഷം വരെ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണേ, ഈ എംപ്ലോയ്മെൻറ്റ് കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഈ പറയുന്ന മിസ്റ്റർ MKPക്ക് എംപ്ലോയ്മെൻ്റ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവിടെ ഒരു എക്സെപ്ഷൻ നമ്മൾ കേസ് പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കോർപ്പറേഷൻസോ സെൻട്രൽ ഗവൺമെൻറ് ഈ കമ്പനീസോ കാര്യങ്ങളാണെങ്കിൽ ഈ പറയുന്ന പോലെ ഏതില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. സോ രണ്ടാമത്തതിനകത്ത് പെർമിസിബിൾ ആണ്, ആദ്യത്തേതിനകത്ത് എംപ്ലോയ്മെൻറ്റ് സ്വീകരിക്കാൻ പാടുന്നതല്ല. മനസ്സിലായി? ഇതും കേസ് ലോസ് ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, vacancies not to be invalidate proceedings of the commission, section 5. നമ്മൾ IRDA പറയുന്ന സമയത്തും ഈ SEBI പറയുന്ന സമയത്തും എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് കയറി വരുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു അത്. നോക്കാം, any act or proceeding of the commission shall not be invalidate merely on the ground of, അതായത് നമ്മുടെ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ആക്ട് ഇൻവാലിഡേറ്റ് ചെയ്യില്ല ഈ ഇന്ന കാരണങ്ങളും ഉണ്ട്. ഒന്ന്, എനി വേക്കൻസി ഇൻ ഓർ എനി ഡിഫക്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ. കമ്മീഷനകത്ത് എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിലോ അല്ലെങ്കിൽ കമ്മീഷൻസിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിലോ അതുമൂലം കമ്മീഷൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇൻവാലിഡേറ്റ് ആണ് എന്ന് പറയാൻ പാടില്ല. ആൻഡ് സെക്കൻഡ് വൺ, എനി ഡിഫക്ട് ഇൻ ദ അപ്പോയിൻമെന്റ് ഓഫ് എ പേഴ്സൺ ആക്ടിംഗ് ആസ് എ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ.
മനസ്സിലായി? ചെയർപേഴ്സണെയോ മെമ്പറിനെയോ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാലും അത് ഈ പറയുന്നത് പോലെ കമ്മീഷൻ എടുത്ത ഒരു തീരുമാനത്തിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ആൻഡ് ദ തേർഡ് വൺ, എനി ഇറഗുലാരിറ്റി ഇൻ ദ പ്രൊസീജിയർ ഓഫ് ദ കമ്മീഷൻ നോട്ട് അഫക്റ്റിംഗ് ദ മെറിറ്റ്സ് ഓഫ് ദ കേസ്. ഈ പറയുന്ന പോലെ ആ കേസിനെ ബാധിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് കമ്മീഷനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈ പറയുന്നത് പോലെ ഈ കമ്മീഷൻ്റെ പ്രൊസീജിയറിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ പാടുള്ളതൊന്നുമല്ല. മനസ്സിലായോ? എല്ലാത്തിനകത്തും പറയുന്ന IRDക്കകത്തും സെബിക്കും എല്ലാത്തിനകത്തും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, മീറ്റിംഗ് ഓഫ് ദ കമ്മീഷൻ. സെക്ഷൻ 22 പ്രകാരം മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയണേ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ്ഡ് ഫോമിനകത്ത് മീറ്റിംഗ് നടത്താമെന്നാണ് പറയുന്നത്. നമ്മളത് എടുത്ത് പറയണ്ട. അതിനകത്ത് വേണ്ട 2 കാര്യങ്ങൾ. ദ ചെയർപേഴ്സൺ ഈസ് അൺഎബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ചെയർപേഴ്സൺസിന് ഈ പറയുന്ന പോലെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദ മോസ്റ്റ് സീനിയർ മെമ്പർ ആരാണോ അങ്ങേര് വേണം മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യാൻ. ഇതും സെബിയിലും IRDയിലൊക്കെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഇനി ഡിസിഷൻ എടുക്കുന്നത് മെജോറിറ്റിയാണ്. അതായത് ഒരു മീറ്റിംഗ് കൂടി മീറ്റിങ്ങിനകത്ത് ഒരു തീരുമാനം എടുക്കുന്നത് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മെജോറിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വോട്ടിംഗ് എന്ന് പറയുന്നത് ഈക്വൽ ആവുകയാണെങ്കിൽ ആരാണോ പ്രിസൈഡിംഗ് ഓഫീസർ, ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ ചെയർപേഴ്സൺ ഇല്ലെങ്കിൽ മോസ്റ്റ് സീനിയർ മെമ്പർ, ആരാണോ പ്രിസൈഡിംഗ് ഓഫീസർ അവർക്ക് ഒരു സെക്കൻഡ് ആൻഡ് കാസ്റ്റിംഗ് വോട്ടും കൂടെ കിട്ടും. മനസ്സിലായി? സോ പറഞ്ഞ കാര്യം, ഒന്ന് ചെയർപേഴ്സൺ ഇല്ലെങ്കിൽ മോസ്റ്റ് സീനിയർ മെമ്പർ ആണ് പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് പറഞ്ഞേ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വോട്ടിംഗ് ഈക്വൽ ആവുകയാണെങ്കിൽ ദ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണോ അവർക്കൊരു സെക്കൻഡ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ടും കൂടെ കിട്ടും. ആൻഡ് ദ കോറം ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്മീഷൻ, നമ്മുടെ ഇത് ഒബ്ജക്റ്റീവ് ചോദിക്കാനുള്ള സാധ്യതയുള്ള കേസാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ കോറം എന്ന് പറയുന്നത് മീറ്റിംഗ് കൂടണമെങ്കിൽ മിനിമം എത്ര പേരെങ്കിലും വേണം? 3 മെമ്പേഴ്സെങ്കിലും വേണം. ഇത്രയും കാര്യങ്ങളുള്ളൂ മീറ്റിങ്ങിനെ കുറിച്ച് പറയാൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പവർ ഓഫ് കമ്മീഷൻ ടു റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയേഴ്സ്. അതായത് അവരുടെ പ്രൊസീജിയേഴ്സ് തന്നെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു പവറാണ് സെക്ഷൻ 36 പ്രകാരം പറയണേ. എളുപ്പമാണ്. ദ കമ്മീഷൻ ഷാൾ ബി ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതായത് കമ്മീഷൻ്റെ എല്ലാ കാര്യങ്ങളും ഏതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും? നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. സെക്കൻഡ് വൺ, ദ കമ്മീഷൻ ഷാൾ ഹാവ് ദ പവർ ടു റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ. ഹൗവർ ദ കമ്മീഷൻ ഷാൾ എക്സസൈസ് സച്ച് പവേഴ്സ് സബ്ജക്ട് ടു ദ അതർ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആൻഡ് എനി റൂൾസ് മെയ്ഡ് ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് അവർക്ക് അവരവരുടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് റൂൾസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന റൂൾസും അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വർക്കിങ്സും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം മുന്നോട്ട് പോകണേ. ആൻഡ് ദ സർട്ടൻ പവേഴ്സ് ഓഫ് സിവിൽ കോഡ് വെസ്റ്റഡ് ഇൻ ദ കമ്മീഷൻ. അതായത് ഈ കോമ്പറ്റീഷൻ കമ്മീഷന് സിവിൽ കോടതിയുടെ ചില കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സിവിൽ കോടതിയുടെ പവർ അനുസരിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന്, സമൻ എനി വൺ. ഈ പറയുന്ന സമൻ ചെയ്യുക. ഇപ്പം സമൻസിന് നോട്ടീസ് അയച്ചിട്ട് ആളെ കൊണ്ടുവന്ന് തെളിവെടുപ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങൾ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഡിമാൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പം കോമ്പറ്റീഷൻ കമ്മീഷനകത്ത് കേസ് നടക്കുന്ന ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഈ പറയുന്നത് പോലെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയാം. ആൻഡ് തേർഡ് വൺ, ഡിമാൻഡ് ദ എവിഡൻസ് ആൻഡ് അഫിഡവിറ്റ്. ഈ എവിഡൻസോ അഫിഡവിറ്റോ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ പറയുക. ആൻഡ് ഇഷ്യൂ കമ്മീഷൻസ് ഫോർ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഓർ ഡോക്യുമെൻറ്റ്സ്. സോ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 4 പവേഴ്സാണ് ആർക്ക്? കോമ്പറ്റീഷൻ കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, കോമ്പറ്റീഷൻ കമ്മീഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സമ്മതമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ അപ്പലറ്റ് ട്രൈബ്യൂണലിലോട്ട് നോക്കാം. Appeal against Competition Commission of India. An appeal against Competition Commission of India can be filed before the appellate tribunal. ഇവിടെ അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? NCLAT തന്നെയാണ്. നാഷണൽ കമ്പനി ലോ അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ തന്നെയാണ്. എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 60 days. Such appeal must be disposed of within 6 months. അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് വിധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലിലോട്ട് നിങ്ങൾക്ക് പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം. ആ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എത്ര മാസത്തിനുള്ളിൽ? നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എപ്പോഴാണോ വിധിക്കുന്നത് അത് കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ കൊടുക്കാം. ആ കേസിന് ഒരു തീരുമാനം ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണൽ എത്ര മാസത്തിനുള്ളിൽ? 6 മാസത്തിനുള്ളിൽ എടുക്കണം. മനസ്സിലായി? ഇനി അങ്ങനെയുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം? സുപ്രീം കോടതിയിലോട്ട് പോവാം. എത്ര ദിവസത്തിനുള്ളിൽ? 60 ഡേയ്സിനുള്ളിൽ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതി സഫിഷ്യൻറ്റ് റീസൺ ആണെങ്കിൽ ഒരു 60 ഡേയ്സും കൂടെ കൂടുതലായിട്ട് കൊടുക്കും.
മനസ്സിലായി? 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്പീൽ കൊടുത്തില്ല, ഈ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെതിരെയായിട്ട് നിങ്ങൾ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു 60 ദിവസം കൂടെ സുപ്രീം കോടതി നിങ്ങൾക്ക് തരും, സഫീഷ്യൻറ്റ് റീസൺ ആണെങ്കിൽ, സഫീഷ്യൻറ്റ് കോസ് ആണെങ്കിൽ. അതേ സാധനം തന്നെ ഇവിടെയും പറയുന്നുണ്ട്. നോക്കി, ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ 60 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അവിടെ ഒരു ടൈം ലിമിറ്റ് പറയുന്നില്ല. സഫീഷ്യൻറ്റ് കോസ് ആണെങ്കിൽ ഡിലേ ആയാലും ആര് സ്വീകരിക്കും? ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ആൾക്കാർ സ്വീകരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കോമ്പറ്റീഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ.